നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചൊവ്വയുടെ രാശിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 ജൂൺ 1-ാം തീയതിയാണ് ചൊവ്വ മേടം രാശിയിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് മേടം രാശിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 42 ദിവസത്തോളം മേടം രാശിയിലൂടെ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത രാശിയിലേക്ക് കടക്കും. അപ്പോൾ ഈ ചൊവ്വയുടെ രാശി മാറ്റം മൂലവും അതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് നോക്കിയിട്ടും അതുപോലെ നക്ഷത്ര സ്വഭാവം അനുസരിച്ചും ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു 42 ദിവസം എന്തായിരിക്കും ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ അനുഭവം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയ നക്ഷത്രം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ച ആളുകൾ, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഫലം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് മകരക്കൂറിൽ വരുന്ന ഭാഗം. കുംഭക്കൂറിൽ വരുന്ന ഭാഗത്തിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 3-ാം ഭാവത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുംഭക്കൂറിൻ്റെ 3-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ചൊവ്വയ്ക്ക് 3, 6, 11 എന്നീ ഭാവങ്ങൾ വളരെ ഗുണപ്രദമാണ്. പ്രത്യേകിച്ചും മേടം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രവുമാണ്, മൂലത്രികോണവുമാണ്. ഈ മേടൻ രാശി ആഗ്നേയ രാശിയാണ്, ചൊവ്വ ആഗ്നേയഗ്രഹമാണ്. അങ്ങനെ ആ എലമെൻറ്റുകൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ട്. മേടം രാശിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ അനുഗ്രഹദായകനാണ്, പൊതുവെ എന്ന് പറഞ്ഞാൽ ശക്തനാണ്. നമുക്ക് യൗവനവും ആഗ്രഹങ്ങൾക്ക് തീവ്രതയും ലക്ഷ്യം നേടാനുള്ള കഴിവും ആക്രമണ സ്വഭാവം, പിടിച്ചെടുക്കാനുള്ള സ്വഭാവമൊക്കെ തരുന്നത്, അല്ല അതിനുള്ള ധൈര്യവും കഴിവും ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ, മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള കഴിവൊക്കെ തരുന്നത് ഈ ചൊവ്വയാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം നൽകും. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് ചൊവ്വ നല്ല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂ പാസ്സാകും എന്നുള്ളത് ഉറപ്പാണ്. ജാതകത്തിൽ കൂടെ ചൊവ്വ അനുകൂലമാണെങ്കിൽ വളരെ നല്ല പൊസിഷനിലെത്താനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചമ്മലും ഉണ്ടാകുകയില്ല. വളരെ കാര്യക്ഷമമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം 3-ൽ കൂടെയാണ് ചൊവ്വ ഇപ്പോഴും സഞ്ചരിക്കുന്നത് കുംഭക്കൂറുകാർക്ക്. അതുപോലെ തന്നെ കുംഭക്കൂറിൻ്റെ നാഥനായ ശനി, കുംഭൻ രാശിയുടെ നാഥനായ ശനി കുംഭക്കൂറിൽ തന്നെ സഞ്ചരിക്കുന്നു. ഇപ്പം നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, കുംഭം എന്ന് പറയുന്നത് ശനിയുടെ മൂലത്രികോണ രാശിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശനി അവിടെ അനുഗ്രഹദായകനാണ് പൊതുവെ. അതുപോലെ 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ അനുഗ്രഹദായകനാണ്. 4-ലാണെങ്കിൽ സൂര്യനും വ്യാഴവും ഉണ്ട്. വ്യാഴത്തിന് സൂര്യനോട് അടുത്ത് വന്നതുകൊണ്ട് മൗഢ്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണഫലം നമുക്ക് ലഭ്യമാവുകയില്ല. എങ്കിൽ പോലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുംഭക്കൂറിൻ്റെ പൊതുഫലങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ കുംഭക്കൂറിൻ്റെ 2-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. ധനഭാവം, വാക്കിൻ്റെ ഭാവമൊക്കെയാണ് 2-ാം ഭാവം. അപ്പോൾ അവിടെ രാഹു നിൽക്കുന്നു. തീവ്രഗ്രഹമായ, വിഷസ്വഭാവമുള്ള ഗ്രഹമായ രാഹു നിൽക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് സൂക്ഷ്മത വേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ചൊവ്വയെ പ്രധാനമായിട്ട് നോക്കിയിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ ഫലം കൂടെ പറയാം. അപ്പോൾ ചൊവ്വ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് പൊതുവെ ഐശ്വര്യപ്രദവും പുരോഗതിക്കുതകുന്നതുമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ കുറച്ചുകൂടെ മെച്ചമുള്ള ജോലി, സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചം, കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുക, ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ലാഭം, പല മാർഗങ്ങളിൽ കൂടെയുള്ള ധനവരവ്, ഇതൊക്കെ കുംഭക്കൂറുകാർക്ക് കിട്ടുന്ന സമയമാണ്. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ്, ഫ്യൂച്ചർ ട്രേഡ്, ഇതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചത് വിജയത്തിലെത്തിക്കാനുള്ള ഒരു കാലമാണ്. ചൊവ്വ അനുകൂലമായിട്ട് സഞ്ചരിക്കുമ്പോൾ ചെറുപ്പക്കാരെന്നില്ല, എല്ലാവർക്കും ഉത്സാഹം തോന്നുന്ന ഒരു സമയമാണ്. ചൊവ്വയാണ് നമുക്ക് യൗവനവും രക്തത്തിൻ്റെ കാരകനും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രക്തപ്രസാദവും രക്ത ഓട്ടവും ഊർജവും എല്ലാം നമുക്ക് തരുന്നത് ചൊവ്വയുടെ എഫക്റ്റാണ്. അപ്പോൾ ചൊവ്വ അനുകൂലമായ സ്ഥാനത്തൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടെ കുംഭക്കൂറുകാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ആദായം വർദ്ധിക്കും. കാരണം വ്യാപാരമൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാം. പുതിയ പുതിയ സഹകരണങ്ങളൊക്കെ പലരിൽ നിന്നും വന്നു ചേരും. വ്യാപാരം കുറച്ചുകൂടെ വിപുലപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിന് ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ട് സാധിക്കും. ലാഭം വർദ്ധിക്കും.
എന്ന് പറഞ്ഞാൽ ഒരു വൻകിട ലോട്ടറി അടിക്കുന്ന പോലെ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ലാഭം ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിലുള്ള ശത്രുദോഷമൊക്കെ ഉണ്ടാകും ജോലി സ്ഥലത്തെങ്കിൽ പോലും നമുക്ക് കരിയർ വൈസ് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ജോലിയെ സംബന്ധിക്കുന്ന ജോലിയിലെ ഉയർച്ച വെച്ച് നോക്കുമ്പോൾ ഗുണകരമാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ പൊതുവെ ഐക്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ശത്രുക്കളെ നിഷ്പ്രഭമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശത്രുദോഷമൊക്കെ നന്നായിട്ട് കുറയും. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് അനുകൂലമായ കാലഘട്ടമാണ്. കുറേയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെങ്കിൽ പോലും അവരുടെ നയങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. പ്രവർത്തന മികവിന് അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണ് കുംഭക്കൂറുകാർക്ക്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്താണ്, നമ്മൾ കിടന്ന് വേർപ്പൊഴുക്കി പണി ചെയ്യും, അതിൻ്റെ ഫലം വേറെ വല്ലവരും അടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും. വലിയ ദുഃഖം ഉണ്ടാകും. ഇനി അംഗീകാരമൊന്നും തന്നില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കുക. സ്വകാര്യ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ അനുഭവം വളരെ തീവ്രമായ അനുഭവങ്ങളാണ്. നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ പണിതിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പഴികൾ കേൾക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ട്. നമ്മൾ കിടന്ന് എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഗ്രഹങ്ങളുടെ അവസ്ഥയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ ഗ്രഹമല്ല നമ്മളെ ഉപദ്രവിക്കുന്നത്. ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മങ്ങളുടെയും ആർജിത പാപങ്ങളുടെയൊക്കെ കണക്കുകളാണ്. ഒരാൾ ജനിക്കുമ്പോൾ, ഒരാത്മാവ് ഭൂമിയിലോട്ട് ശരീരമെടുത്ത് ജനിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ സൂചനയാണ് നമ്മൾ ഈ ജാതകത്തിലൂടെ കാണുന്നത്. അതിന് താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ സൂചനയാണ് ഗ്രഹചാര ഫലം, അതായത് ഗ്രഹങ്ങൾ സ്ഥാനം മാറുമ്പോൾ നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു 70% നമുക്കത് പ്രവചിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കുംഭക്കൂറിൻ്റെ ഒരു ഫലം. ഇതാണ് ലാഭമൊക്കെ വർദ്ധിപ്പിക്കാൻ ഉള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുക. നമ്മളതിൻ്റെ ആനുകൂല്യം, ഈ സമയത്തിൻ്റെ ആനുകൂല്യം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം, 1, 2, 3 പാദങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജോലിയിൽ നിന്നുള്ള വരുമാനത്തോടൊപ്പം തന്നെ അവർക്ക് സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കലാപ്രവർത്തനങ്ങളുള്ളവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടും. ട്യൂഷനൊക്കെ എടുക്കുന്നവർക്ക് നല്ല വരുമാനം കിട്ടും അധ്യാപനത്തിൽ നിന്നൊക്കെ. കലാസാഹിത്യ പ്രവർത്തനങ്ങൾ, നൃത്തം, നാടകം, സിനിമ, ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്ന കാലഘട്ടമാണ്. കലാകാരന്മാർക്ക് അവസരങ്ങളും തേടി വരുന്നതാണ്. എന്നാൽ ഈ രാഹുവിൻ്റെ പ്രത്യേകത മൂലം എന്താണ് രാഹുവിൻ്റെ പ്രത്യേകത? രാഹു വാക്കിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ധനസ്ഥാനത്തുമാണ്, വാക്കിൻ്റെ സ്ഥാനത്തുമാണ്. ധനസ്ഥാനത്ത് നിന്നോർത്ത് വലിയ ദോഷമൊന്നുമില്ല. ചൊവ്വ 3-ൽ സഞ്ചരിക്കുമ്പോൾ രാഹു 2-ൽ സഞ്ചരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. രാഹു കുറച്ച് ധനമൊക്കെ കൊണ്ടുത്തരും. ഇനി ലോട്ടറി ഒന്നും തന്നില്ലെങ്കിലും ചെറിയ ചെറിയ പെട്ടെന്നുള്ള ധനലാഭങ്ങളൊക്കെ രാഹു കൊണ്ടുത്തരും. പക്ഷെ വാക്കിൻ്റെ സ്ഥാനം വളരെ സൂക്ഷിക്കണം. എന്താണ് കാരണം? ജന്മശനിയാണ് ഒന്നാമത്. ശനി മൂലത്രികോണ ക്ഷേത്രത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് കുംഭക്കൂറുകാർ. ഫലത്തിൽ 7ര ശനിയിലെ ജന്മശനി എന്ന് പറയുന്ന ഭാഗത്തിലാണ് കുംഭക്കൂറുകാർ നിൽക്കുന്നത്. രാഹു വാക്കിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വിഷം വമിക്കുന്ന വാക്കുകൾ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ വേദനാജനകമാകും പലപ്പോഴും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. നമ്മൾ സംസാരിക്കുമ്പോഴും ഇമെയിൽ അയക്കുമ്പോഴും ലെറ്ററുകളൊക്കെ അയക്കുമ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ മാന്യമായ ഭാഷ ഉപയോഗിച്ച് മാത്രം ചെയ്യുക. മെസ്സേജുകൾ അയക്കുമ്പോഴൊക്കെ, കമൻറ്റുകൾ ഇടുമ്പോൾ പോലും, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കമൻ്റ് ഇടുകയാണെങ്കിൽ പോലും ശ്രദ്ധയോടെ ചെയ്യുക. അല്ലെങ്കിൽ മുറിവേൽക്കാനും അതുമൂലം ഭാവിയിലൊരു വിരോധത്തിനുമുള്ള സാധ്യത ഉണ്ട്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ചെറിയ ചില തടസ്സങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കേതു കന്നി രാശിയിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രഹാവസ്ഥ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ശനി ദോഷത്തിൻ്റെ നേരിയ അവസ്ഥകളൊക്കെ വന്നു ചേരും. ഈ 7ര ശനി എന്ന് പറയുന്നതിൻ്റെ ദോഷം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റുകയില്ല. ശനി എവിടെ നിന്നാലും നേരിയ തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ ചൊവ്വ നൽകുന്ന ഈ എനർജി ഉണ്ടല്ലോ, ചൊവ്വ നൽകുന്ന ആ ഊർജം കൊണ്ട് തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ അവസരം പരമാവധി കുംഭക്കൂറുകാർ ഉപയോഗിക്കുക. ഇനി നമുക്ക് നക്ഷത്രങ്ങളുടെ പ്രത്യേക ഫലം കൊണ്ട്, പ്രത്യേക സ്വഭാവം കൊണ്ടുള്ള ഫലങ്ങളെ പറ്റി കൂടെ നോക്കിപ്പോകാം. ഈ അവിട്ട നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി ആണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഒരല്പം ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അവർക്ക് 7ര ശനിയുടെ സമയമാണല്ലോ.
ജന്മശനിയുടെ സമയമല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പം അതിനോട് വിമുഖത കാണിച്ച് തിരിഞ്ഞു നിൽക്കുന്നൊരു സ്വഭാവം അവിട്ട നക്ഷത്രക്കാർ കാണിക്കാൻ സാധ്യതയുണ്ട്. മടിയുണ്ടാകും, കാര്യക്ഷമത കുറയും, ദാമ്പത്യ ജീവിതത്തിൽ അലസത കാണിക്കും. ദാമ്പത്യ ജീവിതത്തിലെ ഒരു പരസ്പര ധാരണയില്ലാതെയാണ് പലപ്പോഴും പോകാൻ ഒരു പ്രവണത കാണിക്കും. അപ്പം നേരത്തെ ഇത് പറയുന്നത് എന്തിനാണ്? നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. അങ്ങനെ ഒരു അലസതയോ ഒരു മടിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം ഈ ഗ്രഹാവസ്ഥ കൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. ഈ രാഹുവിൻ്റെ പ്രത്യേകത കൊണ്ട് അവിടുത്തെ നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് തർക്കം വരാം. പിതൃസ്വത്ത് അല്ലെ മാതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ തർക്കങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ സാധിക്കും. കുറേ ധനമൊക്കെ കൈവശം വന്നു ചേരും. സുഖഭോഗങ്ങൾ കുറേ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ യാത്ര ചെയ്യാനുള്ള യോഗമുണ്ട്. ഇൻഷുറൻസ്, ഊഹക്കച്ചവടം തുടങ്ങിയവയിൽ നിന്ന് അവിടുത്തെ നക്ഷത്രക്കാർക്ക് ലാഭമുണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ പതുക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലമാണ്. അവിട്ടത്തിൻ്റെ 2 പകുതിയിൽപ്പെട്ടവർക്കും അങ്ങനെയാണ്. പുതിയ വ്യാപാരമൊക്കെ തുടങ്ങിയാൽ പെട്ടെന്ന് നേട്ടം കിട്ടുകയില്ല. എന്നാൽ ക്രമാനുഗതമായിട്ട്, അതായത് ഗ്രാജ്വലായിട്ട് അവർക്ക് അത് വർദ്ധിച്ച് വരും. ഭാവിയിലോട്ടത് ഗുണകരമായിട്ട് കൊണ്ടുപോകാം. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി അഭിപ്രായം പറഞ്ഞ് വിരോധം പിടിച്ചു പറ്റാനുള്ള ഒരു യോഗമുണ്ട്. മിക്കവാറും അതനുഭവിക്കേണ്ടതായിട്ട് വരും. എന്തെല്ലാം മുൻകരുതലെടുത്താലും നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെയാണ് അതിൻ്റെ ടെൻഡൻസി. അപ്പോൾ അതിനെയും ഈ ഗ്രഹാവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം. എങ്ങനെയാണ് നമ്മൾ ഓരോരോ ഗ്രഹങ്ങളുടെ ഓരോ പൊസിഷൻ എങ്ങനെയാണ് ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്താം. പിന്നെ നല്ല വാഹനമൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. വീട് പണിയാൻ സാധിക്കും. വീട് പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കാനോ ഒക്കെ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനൊക്കെ അവിടുത്തെ നക്ഷത്രക്കാർക്ക് സാധിക്കും. വിവാഹത്തിലോ കുഞ്ഞുങ്ങളുടെ ചോറൂണ്, നൂലുകെട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രായമായ ആളുകളെ, നമ്മളുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാനും അതുപോലെ പഴയ ഗുരുക്കന്മാരെയൊക്കെ കാണാനുള്ള യോഗം ഉണ്ടാകും. സഹപാഠികളുമായിട്ട് കണ്ടുമുട്ടാനുള്ള യോഗമുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. ഉദ്യോഗസ്ഥരിൽ നിന്നും കുറേയേറെ ധനസഹായം എന്ന് പറയത്തില്ല, ഏതെങ്കിലും രീതിയിലുള്ള സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധനസഹായം എന്ന് പറയുന്നത് സൂര്യൻ്റെയൊക്കെ പൊസിഷൻ വെച്ച് നോക്കുമ്പം കുറച്ച് ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനെയൊക്കെ ഊർജിതപ്പെടുത്താൻ ചൊവ്വയുടെ ഈ സ്ഥാനത്തിന് സാധിക്കും. വാദസംബന്ധമായ രോഗങ്ങൾ അവിടുത്തെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ രോഗം വന്നാൽ നല്ല ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒട്ടും ലാപ്സ് വിചാരിക്കരുത്. ആ സമയത്ത് തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെറുതോ വലുതോ ആയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ അയൽക്കാരെ കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന കാലഘട്ടമാണ്. അവിടെയും നമ്മൾ സംഘർഷ സാധ്യതകൾ പരമാവധി ഒഴിവാക്കുക, സംയമനം പാലിക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഒരു യുദ്ധത്തിലോട്ട് പോയാൽ മതി. പരമാവധി സംയമനം പാലിക്കുക, മാന്യമായിട്ട് മാത്രം സംസാരിക്കുക. ഇനി അവർ വഴക്കിന് വന്നാലും വളരെ മാന്യതയോടെ പെരുമാറുക. പിന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം കുറയുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം പോകാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് വിജയങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലിക്ക് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലുമൊക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്. പുതിയ ഭാഷ, പുതിയ സാങ്കേതിക വിദ്യ ഒക്കെ പഠിക്കാനുള്ള യോഗമുണ്ട്. ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കരിയറിൽ നല്ല പുരോഗതി ലഭിക്കുന്ന കാലഘട്ടമാണ്. ബിസിനസ് പരിഷ്കരിക്കാൻ മടിച്ചു നിൽക്കും, പക്ഷേ അത് ദോഷകരമാണ്. പലരും പറയും ഈ കടയൊന്ന് മാറ്റി കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൂടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷേ ഈ ചതയ നക്ഷത്രക്കാർ അല്പം വൈമുഖ്യം കാണിക്കും. ഇപ്പോൾ വേണ്ട, പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ചൊവ്വ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയം അനുകൂലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് കാര്യക്ഷമതയോടെ പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ, മറ്റു സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുന്നുണ്ടെങ്കിൽ ബിസിനസ് ഒരല്പം വിപുലപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ധനമൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഈ മറ്റുള്ളവർ ഉപദേശിക്കുന്നതിനെ ഇഷ്ടപ്പെടാത്ത ഒരു മാനസികാവസ്ഥയും ഉണ്ടാകും. ഉപദേശമൊന്നും വേണ്ട, എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയും ഉണ്ടായേക്കാം.
പിന്നെ സഹോദര സൗഖ്യം ലഭിക്കും, സഹോദരിൽ നിന്നും ആനുകൂല്യമൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ അമിത ചെലവുകൾ കൊണ്ട് വലഞ്ഞു പോകും പലപ്പോഴും. വരുമാനത്തെക്കാളേറെ ചെലവുകൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെലവ് ചെയ്യുന്നതിനൊരു കണക്ക് വെച്ചേക്കണം. അല്ലെങ്കിൽ ഒരു മാസത്തെ ചിലവ് ഒന്ന് ക്രമീകരിക്കണം മനസ്സിൽ. ഇനി എഴുതിയൊന്നും വെച്ചില്ലെങ്കിലും മനസ്സിലൊന്ന് കണ്ടിട്ട് വേണം ഓരോ കാര്യത്തിന് ചിലവഴിക്കാൻ. ഇല്ലെങ്കിൽ വരവിനേക്കാളും ചിലവായി പോവുകയും കടത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. ഈ സമയത്ത് കടം വീട്ടാൻ പറ്റുന്ന സമയമാണ്, അല്ലെ കടം കുറയ്ക്കാൻ പറ്റും കുറേയെങ്കിലും. അപ്പോൾ ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. പല സോഴ്സിൽ നിന്ന് വരുമാനമൊക്കെ വരുമ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് കടം തീർക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആണ് ഇത് സൂചിപ്പിച്ചത്. മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. മക്കളുടെ വിവാഹം അല്ലെ വിവാഹ ആലോചനകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ നോക്കുമ്പോൾ കുഴപ്പമില്ല, അനുകൂലമാണ്. അത് നല്ല രീതിയിൽ അവസരങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ്. പൂരുരുട്ടാതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യകൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. പക്ഷേ അവർ ശ്രദ്ധ വേണം. ആ ജോലി ചെയ്യുമ്പോൾ അവരുടെ ശാരീരിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ അപകടം സംഭവിക്കാതെ. ഫാക്ടറികളിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നവരെ കുറച്ച് ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ ചൊവ്വയ്ക്ക് ആയുധം, മുറിവ്, ചതവ് ഇതിൻ്റെയൊക്കെ ഒരു കാരകത്വം ഉണ്ടല്ലോ. വൈദ്യുതി, അഗ്നി ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട്. അതുകൊണ്ട് ഈ ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർക്ക് ശ്രദ്ധ വേണം. പക്ഷെ അവർക്ക് അതിനകത്ത് ഗുണകരമാകുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. അംഗീകാരമൊക്കെ ലഭിക്കുന്ന കാലവുമാണ്. പിന്നെ ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി എടുത്തു പറയാനായിട്ട് കാര്യം. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പങ്കാളിയുമായിട്ട് രമ്യതക്കുറവോ അല്ലെങ്കിൽ വാക്തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ആശയപരമായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു പിണക്കത്തിലെത്താനുള്ള സാധ്യതയും ഉണ്ട്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മറ്റൊരു ബന്ധുവിനെ അതിനകത്ത് ഇടപെടാൻ അനുവദിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോണം. ബന്ധുക്കൾ വന്ന് ഇടപെട്ടാൽ ഇത് അവിടെ എങ്ങും നിൽക്കുകയില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി, അല്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർത്തുകൊള്ളുക. വേറെ ആരെയും അതിനകത്ത് ഇടപെടുത്താതിരിക്കുക. പിന്നെ ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന അത്രയും സ്പീഡിൽ കാര്യങ്ങൾ സാധിച്ചെന്ന് കിട്ടുകയില്ല. അതുപോലെ തന്നെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചും ആ രംഗത്ത് എക്സ്പെർട്ടായിട്ടുള്ളവരുടെ ഉപദേശം തേടിയിട്ടുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ ഷെയർ മാർക്കറ്റിലൊന്നും ഇപ്പം ധനം അധികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ. അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാം. അനാവശ്യ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം. അത് മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മുടെ സ്ട്രെസ്സ് കൂട്ടിയിട്ട് പ്രഷറും മറ്റ് അസുഖങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു യുക്തി വിലയിരുത്തിയിട്ട് നമ്മളെ ബാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ബാധിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കുക. ആ പ്രശ്നം ഊതി മനസ്സിലിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കാതെ അതിൻ്റെ പരിഹാരം എന്താണ്, അടുത്ത പടി എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. പിന്നെ ഗ്രഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് സഹകരണം കുറയുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുക്കളുടെ ഉപദ്രവവും കുറച്ചൊക്കെ നേരിടേണ്ടി വരും. എങ്കിലും ചൊവ്വ ശക്തനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്കൊരു ഇൻറ്റിമേഷൻ കിട്ടും, ഉള്ളിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടും. നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും, എവിടുന്നോ നമുക്കെതിരെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. അതിനൊരു മുൻകരുതൽ അങ്ങ് എടുത്താൽ മതി. നമ്മുടെ സത്യസന്ധത മേലധികാരികളെയൊക്കെ ബോധ്യപ്പെടുത്തുക, വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുക. അതല്ലാതെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. അത് കാര്യക്ഷമമായിട്ട് ചെയ്യാനും സാധിക്കും. ഗാർഹിക ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വീട് പണിയോ അല്ലെങ്കിൽ മക്കളുടെ കാര്യമോ ഒക്കെ നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ കൃഷി കാര്യങ്ങളിൽ ഗുണകരമാണ്. 2 കാര്യമുണ്ട്. ശനിയുടെ മൂലക്ഷേത്ര സ്ഥിതി, 2 ചൊവ്വയുടെ 3-ലുള്ള സ്ഥിതി. ഇത് രണ്ടുകൊണ്ടും പൂരുരുട്ടാതിക്കാർക്ക് കൃഷിയിൽ നിന്ന് ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. അപ്പം ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 3 നക്ഷത്രക്കാരുടെ
അവിട്ടം, ചതയം, പൂരുരുട്ടാതി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. ഇത്രയും നക്ഷത്രക്കാർക്ക്, കുംഭക്കൂറിൽ വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്കുള്ള സാമാന്യ അനുഭവങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞതാണ്. ഇനിയും കുറേയേറെ അനുഭവങ്ങളുണ്ട്. എപ്പോഴും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടുക. എപ്പോഴും മടിയൊക്കെ മാറ്റിയിട്ട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ചൊവ്വ 3-ൽ സഞ്ചരിക്കുന്ന ഈ കാലം പരമാവധി പ്രയോജനപ്പെടുത്തുക. ജോലിയൊക്കെ ക്രമീകരണത്തോടെ ചെയ്യുക. അമിത ചെലവ് ഒഴിവാക്കുക. ഇപ്പോൾ ചെയ്യുന്ന ജോലി തൃപ്തികരമല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കുക. മുഴുവൻ നമ്മൾ ചെലവഴിച്ച് കളയാതെ. എല്ലാം സൂക്ഷിച്ചു വെക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അതിനകത്ത് ആസ്വദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വരുമാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആസ്വദിച്ചാൽ മതി എന്നുള്ളൊരു ലിമിറ്റേഷൻ മാത്രമേ ഇവിടെ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വരവിൽ കൂടുതൽ ചെലവഴിക്കരുത്. വരവിൻ്റെ ഒരു നിശ്ചിത ഭാഗം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ അനാമത്ത് ചെലവുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഒരു നിശ്ചിത പോർഷൻ എപ്പോഴും മാറ്റി വെക്കുക. ബാങ്കിലോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപമായിട്ടോ മക്കളുടെ പേരിലുള്ള നിക്ഷേപമോ ഒക്കെ ആയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കുക. കടങ്ങൾ കുറേശ്ശെ വീട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.